ഒറ്റ മിനിറ്റ് ബില്ല് ഇപ്പോൾ പറഞ്ഞുതരാം. ഒറ്റ മിനിറ്റ്. ആ ബില്ല് 26,112 കേട്ടോ. ഹലോ 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 ഹലോ. ബില്ല് കേട്ടപ്പോൾ ബോധം കെട്ടുന്നതാണ് തോന്നുന്നത്. ഇപ്പോൾ 2 ദിവസം കൂടി കിടന്നിട്ടൊക്കെ പോകുന്നുണ്ടാവുള്ളൂ. ആരാ? എന്താ? മരുന്ന് കൊടുക്കുന്ന സ്ഥലം ഏത് സാറേ? മരുന്ന് കൊടുക്കുന്ന സ്ഥലം ഇതിനുള്ളിലേക്കാണ് നോക്കല്. മരുന്ന് കൊടുക്കുന്ന സ്ഥലം ഇവിടുന്ന് ഇടത്തോട്ട് പോവാ. ഇവിടുന്ന് ഇടത്തോട്ട് പോയാൽ ഫാർമസി എയറോ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട്. ആർക്കോ കൊടുത്താൽ മതിയാ? ആർക്കോ കൊടുക്കാനല്ല, ഏരോ കൊടുത്തിട്ടുണ്ട്. ആരോ നമ്മളെ ഇതില്ലേ, അമ്പിന്റെ മാർക്കില്ലേ, ചിഹ്നം ഷവലിന്റെ. അതന്നെ, അതങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് പോയ 3ാമത്തെ റൂമാ. അത് ശരി. അവിടെ പോയാൽ മരുന്ന് കിട്ടും. അപ്പൊ പൈസ കൊടുക്കണ്ടേ സാറേ? പൈസ അവിടെ തന്നെ കൊടുത്താൽ മതി. മരുന്ന് മേടിക്കാനല്ലേ? അതെ, മരുന്ന് മേടിച്ചാൽ പൈസ അവിടെ തന്നെ കൊടുക്കുക. വാടനെ മരുന്ന് കൊടുക്കേണ്ടതും പൈസ കൊടുക്കേണ്ടതും. ആ പൈസ അവിടെ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ സാറെന്തിന് ഇടിയിരിക്കുന്ന അവിടെ പോയിരുന്നാൽ പോരെ? വെറുതെ എന്തിന് ഇടിയിരിക്കുന്ന ആവശ്യമില്ലല്ലോ. അല്ല അല്ല, എനിക്കിപ്പോൾ എന്താ വേണ്ടത്? എനിക്ക് ഞാൻ ചോദിക്കുന്നത് അതല്ല, എക്സ്റേ എടുക്കേണ്ട സ്ഥലമാണ് സാർ. എക്സ്റേ എടുക്കാൻ? എക്സ്റേ എടുക്കണം. അപ്പം ഞാൻ ഫാർമസി പറഞ്ഞില്ലേ, എടുക്കുന്ന സ്ഥലം അതിന്റെ തൊട്ടടുത്ത റൂമാണ് എക്സ്റേന്റെ റൂം. എല്ലാം 20 അടുത്തെടുത്താ. എക്സ്റേ എടുക്കുമ്പോൾ വേറെ കാര്യമുണ്ട്, പൈസ ഇവിടെ അടയ്ക്കണം. പൈസ ഇവിടെ അടച്ചാൽ അതിന്റെ റെസീറ്റ് തന്നാലേ അവിടെ നിന്ന് എക്സ്റേ എടുത്തിട്ട്. ആ ശരി. അപ്പൊ എക്സ്റേന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ പറ്റുമോ? എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ എക്സ്റേന്റെ ഫോട്ടോ സ്റ്റാറ്റോ? എന്തിനാത്? അത് പറഞ്ഞാൽ നമ്മളൊരു കൂട്ടുകാരനുണ്ട്, ഓൻ എന്തെങ്കിലും സൂക്കേട് വന്നാൽ മരുന്ന് ഞാൻ കഴിക്കും, എനിക്ക് വന്നാൽ ഓനും കഴിക്കും, ഓൻ പ്രശ്നമില്ല. അപ്പം ഓൻ ഈ വയറ് വേന വന്നിട്ടേ ഇതൊരു എക്സ്റേ എടുത്തിട്ടാ. അപ്പം ഞാൻ എക്സ്റേ എടുത്ത് ഇതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ഓന് കൊടുത്താൽ പോരെ? നമ്മ സമപ്രായക്കാരാന്ന് പറ്റൂലേ? ഈ എടുക്കണ എക്സ്റേന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ഓന് കൊടുക്കാൻ? അതെ. ഈ ഏതാ നാട് മോനെ? നാട് ഞാൻ ഇവിടെ കാസർഗോഡാണ്. ഞാൻ ഇവിടെ ബാർക്കപ്പണിക്ക് വന്നു സാർ. അതിന്റെ മുകളിൽ 3ാമത്തെ നിലയിൽ നിന്ന്. ആ ബിൽഡിംഗിൽ പണിയെടുക്കുന്ന ആളായി. എന്തെങ്കിലും കഷ്ടകാലത്തിന് താഴെ വീണ് പോയാലേ കൈയും കാലും പൊളിഞ്ഞ കഴിഞ്ഞാൽ ഒരുത്തരോട് ചോദിക്കണ്ടല്ലോ. എക്സ്റേ എടുക്കാം, മരുന്ന് മേടിക്കണ്ട, എല്ലാ സ്ഥലം നമുക്കറിയാലോ. അപ്പൊ ഇതൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി വന്നതാണ്. അല്ല അറിയാലോ. ശരി. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് വളത്തോട്ട് തിരിഞ്ഞാലേ ഒരു 1.5 കിലോമീറ്റർ അവിടെ സർക്കാർ ആശുപത്രി ഉണ്ട്. അടിയുണ്ട്. അവിടെ പോയിട്ട് മോർച്ചറി ഒന്ന് കണ്ടിച്ചോ. അത് സാറേ അല്ല, ഒന്ന് കണ്ടിക്കണം എന്നുള്ളതാ. അതിന്റെ ആവശ്യമില്ല. ചെല്ല്, പണി ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ് സാറേ. ഒരു സംശയം ചോദിക്കാം സാറേ. എന്താണ്? നമ്മൾ ഓപ്പറേഷൻ ഉണ്ടല്ലോ, ഓപ്പറേഷൻ ചെയ്യല് സാധാരണ, അത് നമുക്കിത് കാണാൻ പറ്റുമോ? ഓപ്പറേഷൻ കാണാൻ പറ്റും. അത് സാറേ, ഈ താക്കോൽ ധാരം എന്ന് പറയുന്നില്ലേ, താക്കോൽ ധാര ശസ്ത്രക്രിയ എന്നെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ താക്കോൽ, ഇത്രയും വലിയ താക്കോൽ അതിൻ്റെ ഉള്ളിട്ട് എങ്ങനെയാണിത് സംഭവം? നമുക്കറിയാലോ, ഇത് അറിഞ്ഞു വെക്കാലോ. അത് പറ്റുമോ സാറേ? എനിക്കിപ്പോ ഓപ്പറേഷൻ കാണണോ അല്ലേ? ഞാൻ സെക്യൂരിറ്റിനെ വിളിക്കണം, എന്നെ പിടിച്ച് പുറത്താക്കാൻ. പണിയില്ലാത്തതുകൊണ്ട് എവിടുന്ന് വരുന്ന ഇങ്ങനത്തെ ഒരു ജാതി? താക്കോൽ ധാര ശസ്ത്രക്രിയ കാണത്രേ വന്നു. താക്കോൽ കൊണ്ടാണ് ശസ്ത്രക്രിയയിൽ.